ആ, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ അക്ബറെ. അക്ബറും കൂടി വന്നാൽ എനിക്കൊരു ബലമായി. ആലോചിക്കും. ആ, സ്വാമി വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. ആ സ്വാമി, എന്തോ വിശേഷമുണ്ടെന്ന് പറഞ്ഞ? ചെറിയ വിശേഷമൊന്നുമല്ല, വലിയ വിശേഷം. എന്നാ പറയേ. തങ്കച്ചി എത്തിയിരിക്കുന്നു. നമ്മുടെ ഫണ്ടറോ? അല്ലാതെ ഏത് തങ്കച്ചി സാർ? തങ്കച്ചി മാഡം കൊച്ചിയിൽ ലാൻഡ് ചെയ്യും. പണത്തിന്റെയും സ്വർണത്തിന്റെയും ഒരു ഖനിയുമാണ്. പട്ടേരിയെ വിളിച്ചു പറഞ്ഞു. നമ്മളൊന്ന് പോയി കാണണ്ടേ സ്വാമി? ഞാൻ പോയി കാണാം. നമ്മുടെ ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കും. സാറ് വരണ്ട. അതെന്താ, ഞാൻ വരണ്ടേ? വേണ്ട സാറേ, സാറിന്റെ വെയിറ്റ് കീപ്പ് ചെയ്ത് നിന്നാ മതി. തങ്കച്ചി മാഡത്തിന് സാറിനോട് അത്ര ബഹുമാനം. തങ്കച്ചി ഇവിടെ കൂടെ നാട്ടിലുള്ളത് നമുക്കൊരു ബലമല്ലേ സ്വാമി? പിന്നെ അല്ലാതെ, ഇവിടെ വലിയൊരു നഴ്സിംഗ് സ്കൂൾ തുടങ്ങാനുള്ള പദ്ധതിയും തങ്കച്ചിക്കുണ്ടെന്ന പട്ടേരി പറഞ്ഞു. അത് നമ്മക്കും ഗുണമാണ്. സ്വാമി എന്ന പട്ടേരിയോട് പോയിട്ട് തങ്കച്ചിയെ കാണാം. നമ്മുടെ ഹോസ്പിറ്റലിലെ ഫംഗ്ഷന് ചീഫ് ഗസ്റ്റ് ക്ഷണിക്കുക. അടുത്ത ദിവസം തന്നെ പോവാ സാറേ. എയർപോർട്ടിനടുത്തുള്ള മാരിയറ്റിലാണ് താമസിക്കുന്നത്. നമ്മുടെ ആശുപത്രിയുടെ കൂടെ നിൽക്കാൻ പറയണം. അറിയാലോ, ഫണ്ട് ഇനിയും വേണ്ടി വരും. അറിയ സാറേ, മഷി തീരാത്ത മിഷനാണ് തങ്കച്ചിയുടെ ഖജനാവ്. നമ്മൾ ചോദിക്കുമ്പം പച്ച നോട്ടുകൾ ഇങ്ങനെ പറന്ന് വരും. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ സാറേ. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എനിക്കെന്താ സന്തോഷിച്ചൂടെ? പിന്നെ വേണം. ആരുടെയെങ്കിലും പതനമോ നാശമോ കാണുമ്പോഴാണല്ലോ നിങ്ങൾ സന്തോഷിക്കുന്നത്. അതെ, നിന്റെയും എൻ്റെ മകളുടെയും പത്തി കടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ക്ലിനിക്ക് തുറക്കുകയല്ലേ. അപ്പോൾ ആ സന്തോഷം ജയശങ്കറിനുണ്ടാവും. തുറന്നില്ലല്ലോ. തുറന്നിട്ട് നെഗളിച്ച പോരെ. തുറക്കാൻ ഇനി വലിയ താമസമൊന്നുമില്ല. ഒരു തിരി തെളിക്കേണ്ട കാര്യമേ ഉള്ളൂ. ദൈവം ജയശങ്കറിന്റെ കൂടെയാ. ഏതു ദൈവമാണാവോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്? സ്വർഗത്തിൽ നിന്നല്ല, ദുബായിൽ നിന്ന്. അതേത് ആൾ ദൈവം? തങ്കച്ചി, എന്റെ ഫണ്ടർ. നിങ്ങൾ തങ്കച്ചിയെ കണ്ടോ? സ്വാമി കാണാറുണ്ട്. ഓ, സ്വാമിയാണല്ലോ ഇപ്പൊ നിങ്ങളുടെ കണ്ണും നാവും ഒക്കെ. നമ്മൾ ഒരേ ചോരയായോണ്ട് പറയാ. ആരാണ് തങ്കച്ചി, എന്താണ് തങ്കച്ചി എന്നൊക്കെ അറിഞ്ഞിട്ട് പോരെ കൂടുതൽ കൈ കൊടുക്കുന്നതൊക്കെ. അല്ലെങ്കിൽ ഒടുക്കം എലിവില്ലിൽ തല വെച്ചതുപോലെയാവും. ഞാനത് സഹിച്ചോളാം. ലോകം ഒരുപാട് കണ്ടിട്ടുള്ളവനാ ഈ ജയശങ്കർ. അത്യാവശ്യം ബുദ്ധിയുണ്ട്. വലിയ ബുദ്ധിക്കാർക്കാ വലിയ അബദ്ധങ്ങൾ പറ്റുന്നേ. സ്വാമി തന്ന കടലാസുകളൊക്കെ വായിച്ചു നോക്കുപോലും ചെയ്യാതെ ഒപ്പിട്ട് കൊടുക്കുന്നോണ്ട് പറയാ. അതിന് എവിടുന്നെങ്കിലും ഒരു ചതി പറ്റിയ ഈ ഒരൊറ്റ ഊന്നുവടിയുടെ ബലത്തിൽ നിങ്ങൾക്ക് നിൽക്കാനാവില്ല. നീ ചതിക്കും, പക്ഷേ സ്വാമി ചതിക്കില്ല. തങ്കച്ചിയും ചതിക്കില്ല. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ദൈവവും ചതിക്കില്ല. ഇത് എന്നതാ രമേശ? ഇത് എന്നെങ്ങാനും ശരിയാവൂ? അതോ ഞങ്ങൾ വേറെ കാറ് വിളിച്ചു പോകണോ? ഇപ്പൊ ശരിയാക്കി തരാൻ കൊച്ചേട്ടാ, ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് നീ പറയാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റായി. ഇപ്പൊ ശരിയാക്കി തരാന്നേ. ചെറിയ സ്പാൻഡർ എടുക്കാൻ മെയ്തീനെ വിട്ടിരിക്കുവാണോ? ഈ കൊച്ചാട്ടന്റെ ഒരു തമാശ. തമാശ. കൊച്ചാട്ടനും പാർവതി ചേച്ചിയും ദേവിക മോളും വേണമെങ്കിൽ വണ്ടിക്കകത്ത് കയറിയിരുന്നോ? ഓ, അത് സാരമില്ലെന്നേ. ഓ, സാരമില്ല. എന്റെ രമേശ, നടക്കൂടാ? പാർവതി പുരാണം എന്താണോ?
ഹലോ അമ്മേ, ശരത്ത് എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്. അമ്മ എവിടെ? വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അതെന്താ, മുത്തശ്ശി നിത്യമോൾ എടുത്തുണ്ടല്ലോ. ചിലപ്പോ മുത്തശ്ശിയുടെ ഫോൺ സൈലന്റിലാവും. ഓ, എന്തായാലും ശരത്ത് തിരിച്ചെത്തിയല്ലോ, സമാധാനം. ഞാൻ പെട്ടെന്ന് വന്നു അമ്മേ. മുത്തശ്ശിക്കുള്ള ഭക്ഷണവും വാങ്ങിക്കൊണ്ടാവുന്നേ. നിത്യമോളിന്റെ അടുത്ത് ഇരിക്കേണ്ടതുകൊണ്ട് ഞാൻ മുത്തശ്ശിയെ അടുക്കളയിൽ പോലും കയറ്റിയില്ല. അല്ലമ്മേ, നിങ്ങൾ വരാറായോ? ഓ, ഞങ്ങളിവിടെ വഴിയിൽ കുടുങ്ങി നിൽക്ക. അയ്യോ, അതെന്നെ പറ്റി? വണ്ടിക്ക് ഏതാണ്ടോ കംപ്ലൈന്റ്, ശരിയാക്കിക്കൊണ്ടിരിക്കുക. എന്തായാലും പെട്ടെന്ന് വാ. ശരി മോനെ. ശരത്തെ, ഇന്ന് ദൈവവും ചെകുത്താനും ഒരേപോലെ നിനക്ക് അനുകൂലമാ. ആരായിരുന്നു പാർവതി ഫോണില്? ശരത്ത്, ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. അമ്മയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആ, അമ്മ നല്ല ഉറക്കത്തിലായിരിക്കും. കട്ടില് കണ്ട അപ്പ തുടങ്ങുമല്ലോ കച്ചേരി. ഊർക്കമ്പലി, എന്റെ രമേശ ഇന്നെങ്ങാനും ശരിയാവുമോ? ഇപ്പൊ തീരും കൊച്ചേട്ടാ. ഇതാ മറ്റേ സിനിമയിലെ റോഡ് റോളർ നന്നാക്കുന്ന പോലെ. ഇപ്പൊ ശരിയാ, ഇപ്പൊ ശരിയാ. അറിയിക്കോ അറിയിക്കോ. കേട്ടോ എത്തിക്കുട്ടി, സത്യത്തിൽ നിന്റെ കാര്യത്തിൽ ശരത്തേട്ടന് ആത്മാർത്ഥമായ സങ്കടമുണ്ട്. നിന്റെ കാര്യത്തിൽ മാത്രമല്ല, നിന്റെ ചേട്ടൻ സുധിയുടെ കാര്യത്തിൽ.